നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള യാക്കോബിൻ്റെ മകൻ ജോസഫ് ഈജിപ്തിലെ മന്ത്രിയായ ആ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ജോസഫ് ഈജിപ്തിൽ രാജാവിൻ്റെ പ്രധാന ചുമതലക്കാരനായി മാറുന്നു. ജോസഫിൻ്റെ പദ്ധതികളെല്ലാം നടപ്പാക്കപ്പെട്ടു. ക്ഷാമകാലം വന്നപ്പോൾ ആവശ്യത്തിന് ധാന്യം ശേഖരിക്കപ്പെടാൻ ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു. ഈജിപ്തിൽ സുഭിക്ഷമായിരുന്നു ധാന്യശേഖരം. അപ്പോൾ ധാന്യം വാങ്ങുവാനായി യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ജോസഫാണ് മേലധികാരി എന്നവർ അറിഞ്ഞിരുന്നില്ല. ജോസഫാകട്ടെ അവർ ചാരന്മാരാണെന്ന മട്ടിലാണ് അവരോട് ആദ്യം പെരുമാറിയത്. പക്ഷേ അവൻ തൻ്റെ സഹോദരന്മാരെ അത്യധികം സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ പിതാവിനെക്കുറിച്ചും വീട്ടിൽ വിട്ടിട്ട് പോകുന്ന ഇളയ സഹോദരനെക്കുറിച്ചുമൊക്കെ അവർ ജോസഫിനോട് പറഞ്ഞു. സഹോദരന്മാർ തിരികെ പോയപ്പോൾ ജോസഫ് അവർ നൽകിയ പണം രഹസ്യമായി അവരുടെ ചാക്കുകളിൽ വെച്ചിരുന്നു. അടുത്ത തവണ വരുമ്പോൾ ഇളയ സഹോദരൻ ബെന്യാമിനെയും കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ ധാന്യം കൊടുക്കുകയില്ല എന്ന് അവർ അവരോട് പറഞ്ഞു. കൂടുതൽ ധാന്യം വേണ്ടി വന്നപ്പോൾ ബെന്യാമിനെ കൂടാതെ ഈജിപ്തിലേക്ക് പോകുവാൻ ജോസഫിൻ്റെ സഹോദരന്മാർ കൂട്ടാക്കിയില്ല. ഒടുവിൽ കാര്യങ്ങൾ ഏറെ വഷളായപ്പോൾ ബെന്യാമിനെയും കൂട്ടി പോകുവാൻ യാക്കോബ് അവരെ അനുവദിച്ചു. ബെന്യാമിനെ ഇനി ഒരിക്കലും കാണാനാവുകയില്ലെന്ന് യാക്കോബിന് ഭയമുണ്ടായിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ ബെന്യാമിനെ കണ്ടപ്പോൾ ജോസഫ് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഇളയ സഹോദരനല്ലേ? കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ണിൽ ജലം നിറയാൻ തുടങ്ങി. ജോസഫ് പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. തൻ്റെ മുറിയിൽ നിന്ന് അവൻ ഏറെ നേരം കരഞ്ഞു. എന്നിട്ട് മുഖം കഴുകി വീണ്ടും പുറത്തു വന്നു. തൻ്റെ കൂടെ അവർക്കും ആഹാരം വിളമ്പുവാൻ കൽപ്പന കൊടുത്തു. ജോസഫിന് ഒരു മേശമേലും സഹോദരന്മാർക്ക് മറ്റൊരു മേശമേലും അവർ ആഹാരം നൽകി. ജോസഫിൻ്റെ മുമ്പിൽ സഹോദരന്മാരെ അവരുടെ പ്രായമനുസരിച്ചാണ് ഇരുത്തിയത്. അതവരെ അമ്പരപ്പിച്ചു. ജോസഫിൻ്റെ മേശയിൽ നിന്നാണ് അവർക്ക് ആഹാരം വിളമ്പിയത്. മറ്റെല്ലാവരേക്കാളും കൂടുതൽ ബെന്യാമിന് നൽകി. മതിവരുവോളം അവർ ഭക്ഷിച്ചു. ജോസഫ് പ്രധാന പരിചാരകനോട് ഇങ്ങനെ കൽപ്പിച്ചു, അവരുടെ ചാക്കുകളിൽ കൊള്ളുന്നിടത്തോളം ധാന്യം കുത്തി നിറയ്ക്കുക. അതിനുള്ളിൽ അതിൻ്റെ പണവും വെക്കണം. ഏറ്റവും ഇളയവൻ്റെ ചാക്കിൽ എൻ്റെ വെള്ളിക്കപ്പും വെക്കണം. പരിചാരകൻ അതുപോലെ തന്നെ ചെയ്തു. പ്രഭാതമായപ്പോൾ സഹോദരന്മാർ അവരുടെ കഴുതകളുമായി യാത്ര പുറപ്പെട്ടു. അവർ പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെ ചെന്നതുള്ളൂ. അപ്പോൾ ജോസഫ് തൻ്റെ ദാസന്മാരെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് എന്നവരെ പിടിക്കൂ. എന്നിട്ട് അവരോട് ചോദിക്കണം, എൻ്റെ യജമാനൻ്റെ വെള്ളിക്കപ്പ് നിങ്ങൾ മോഷ്ടിച്ചതെന്തിന്? പാനം ചെയ്യുവാൻ മാത്രമല്ല, ഭാവി പറയുവാനും യജമാനൻ ഉപയോഗിക്കുന്ന പാത്രമായിരുന്നു അത് എന്നും പറയുക. ദാസൻ പിറകെ ചെന്നു അവരെ തടഞ്ഞു നിർത്തി. ജോസഫ് പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ അവനോട്, യജമാനെ, അങ്ങെന്താണ് ഞങ്ങളോടിങ്ങനെ പറയുന്നത്? ഞങ്ങളങ്ങനെ ചെയ്യുന്നവരല്ല. ചാക്കിനുള്ളിൽ കണ്ട പണം പോലും തിരികെ കൊണ്ടുവന്നവരല്ലേ ഞങ്ങൾ. അപ്പോൾ പിന്നെ സ്വർണവും വെള്ളിയും മോഷ്ടിക്കുമോ? ആരുടെയെങ്കിലും ചാക്കിൽ പാത്രം കണ്ടാൽ അവരെ കൊന്നുകൊള്ളൂ. മറ്റുള്ളവരും യജമാനൻ്റെ അടിമകളായിരുന്നു കൊള്ളാം. ദാസൻ അവരോട്, ശരി, ആരുടെ ചാക്കിൽ പാത്രം കണ്ടെത്തുന്നുവോ അയാൾ എൻ്റെ അടിമയായിരിക്കും. മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ചാക്കുകളെല്ലാം അവർ അഴിച്ചു. ജോസഫിൻ്റെ ദാസൻ മൂത്തയാളുടേത് മുതൽ ഇളയവൻ്റേത് വരെ ഓരോരുത്തരുടെയും ചാക്കുകൾ പരിശോധിച്ചു. ഒടുവിൽ ബെന്യാമിൻ്റെ ചാക്കിൽ ജോസഫിൻ്റെ പാത്രം കണ്ടെത്തി. സഹോദരന്മാർ നടുങ്ങിപ്പോയി. അവർ വീണ്ടും പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. അവർ ജോസഫിൻ്റെ വീട്ടിലെത്തി അവനെ നമസ്കരിച്ചു. നിങ്ങളെന്താണ് ഈ ചെയ്തത്? ഞാനിത് കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ കരുതിയില്ലേ അല്ലേ? ജോസഫ് അവരോട് ചോദിച്ചു. ഞങ്ങൾ എന്തു പറയാനാണ് യജമാനെ? യഹൂദ പറഞ്ഞു, ദൈവം ഇതിലൂടെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ വെളിപ്പെടുത്തുകയാണ്. ഒരാളല്ല, ഞങ്ങളെല്ലാവരും അങ്ങയുടെ അടിമകളായിരിക്കും. അതുപാടില്ല. ആരുടെ പക്കൽ മാത്രം കണ്ടെത്തിയോ അയാൾ മാത്രം എൻ്റെ അടിമയായാൽ മതി. മറ്റുള്ളവർക്ക് മടങ്ങിപ്പോകാം, ജോസഫ് പറഞ്ഞു. അപ്പോൾ യഹൂദ ജോസഫിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു, യജമാനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേഷ്യം തോന്നരുതേ. അങ്ങ് രാജാവിനെ പോലെ തന്നെയാണല്ലോ. നിങ്ങൾക്ക് പിതാവും മറ്റൊരു സഹോദരനുമുണ്ടോ എന്ന് അങ്ങ് ചോദിച്ചിരുന്നല്ലോ. പ്രായമുള്ളൊരു പിതാവ് ഞങ്ങൾക്കുണ്ട്. വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനുമുണ്ട്. അവൻ്റെ സഹോദരൻ പണ്ടേ മരിച്ചുപോയതുകൊണ്ട് പിതാവിന് അവനോട് വളരെ പ്രിയമാണ് എന്നും ഞങ്ങൾ പറയുകയും ചെയ്തു വരുന്നുവല്ലോ. അവനെ കാണാൻ വേണ്ടി കൊണ്ടുവരണമെന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ബാലൻ പിതാവിനെ വിട്ടുപിരിയാനാവില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ പിതാവ് മരിച്ചു പോകും. ഇളയ സഹോദരനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം ഇനിയും കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരികെ പോയി പിതാവിനോട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു. വീണ്ടും ധാന്യം വാങ്ങേണ്ട ആവശ്യമുണ്ടായപ്പോൾ ഇളയ സഹോദരനെ കൂടെ അയച്ചില്ലെങ്കിൽ പോവുകയില്ലെന്ന്, ഭരണാധികാരിയെ കാണാനാവുകയില്ലെന്നും പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ റാഹേലിൽ എനിക്ക് ജനിച്ച 2 മക്കളിൽ ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടു. വന്യമൃഗങ്ങൾ അവനെ കടിച്ചു കീറി. ഇവനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ദുഃഖത്തോടെ മരണമടയും. അതുകൊണ്ട് യജമാനെ,
ഈ ബാലനെ കൂടാതെ ഞങ്ങൾ പിതാവിൻ്റെ അടുത്ത് പോയാൽ പിതാവ് മരിച്ചുപോകും. വൃദ്ധനായ അവന് ഈ ബാലനോട് അത്രയ്ക്കാണ് സ്നേഹം. തന്നെയല്ല, ബാലനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കുറ്റം ആയുഷ്കാലമെല്ലാം ഏറ്റുകൊള്ളാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് യജമാനെ, ഈ ബാലൻ പകരം ഞാനിവിടെ അടിമയായി നിന്നുകൊള്ളാം. ബാലൻ സഹോദരന്മാരോടൊപ്പം മടങ്ങിപ്പോകുവാൻ അനുവദിച്ചാലും ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? ദുഃഖത്തോടെ എൻ്റെ പിതാവ് മരിക്കുന്ന കാണാൻ എനിക്ക് കഴിയുകയില്ല. ജോസഫിന് തൻ്റെ കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരയുന്നത് ദാസന്മാർ കണ്ടു. അതുകൊണ്ട് അവൻ അവരെ മുറിക്ക് പുറത്തയച്ചു. എന്നിട്ട് താൻ ആരാണെന്ന് സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. പുറത്തുള്ളവർ പോലും കേൾക്കുമാർ ജോസഫ് അത്യുച്ചത്തിൽ കരഞ്ഞു. വാർത്ത രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ജോസഫ് സഹോദരന്മാരോട്, ഞാൻ ജോസഫാണ്, എൻ്റെ പിതാവ് ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സഹോദരന്മാർ വല്ലാതെ പരിഭ്രമിച്ചു. അവർക്കൊന്നും മിണ്ടാനായില്ല. ദയവായി നിങ്ങൾ അടുത്തു വരൂ, ജോസഫ് അവരോട് പറഞ്ഞു. അവർ അടുത്തു വന്നു. അവൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരനായ ജോസഫാകുന്നു ഞാൻ. നിങ്ങൾ എന്നെ വിറ്റതിൽ ദുഃഖിക്കുകയോ സ്വയം പഴിക്കുകയോ ചെയ്യേണ്ട. ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത്. ക്ഷാമം തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. വിളവും കൊയ്ത്തും ഇല്ലാത്ത 5 വർഷങ്ങൾ കൂടി ഇനിയുമുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അത്ഭുതകരമായി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. രാജാവിൻ്റെ ഏറ്റവും ഉന്നതാധികാരിയാക്കി ദൈവം എന്നെ തീർത്തു. ഇപ്പോൾ നിങ്ങൾ വേഗത്തിൽ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന്, ദൈവം എന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വരിക. നിങ്ങൾക്ക് ഗോശനിൽ പാർക്കാം. നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കന്നുകാലികളെയും ആടുമാടുകളെയും എല്ലാം കൊണ്ടുവരിക. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. ഇനി 5 വർഷം കൂടെ പട്ടിണിയാകാൻ പാടില്ല എന്നിങ്ങനെ ജോസഫ് പറഞ്ഞതായി പറയുക. ജോസഫ് തുടർന്നു, ഞാൻ ജോസഫാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ഈജിപ്തിലെ എൻ്റെ ഉന്നത സ്ഥാനത്തെപ്പറ്റി പിതാവിനോട് പറയുക. നിങ്ങൾ കണ്ടതെല്ലാം അദ്ദേഹത്തോട് വിശദീകരിക്കുക. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക. തൻ്റെ സഹോദരൻ ബെന്യാമിനെ ആലിംഗനം ചെയ്ത് ജോസഫ് കരഞ്ഞു. ബെന്യാമിനും വളരെ കരഞ്ഞുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഓരോരുത്തരായി ജോസഫ് ചുംബിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവർ എന്തെങ്കിലും ഒന്ന് പറയാൻ വായി തുറന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ടെന്ന വാർത്ത കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിനും മറ്റധികാരികൾക്കും ഏറെ സന്തോഷമായി. മൃഗങ്ങളുമായി തിരികെ കനാൻ ദേശത്ത് നിന്ന് പിതാവിനെയും കുടുംബാംഗങ്ങളെയും കൂട്ടിവരുവാൻ നിൻ്റെ സഹോദരന്മാരോട് പറയുക. ഈജിപ്തിലെ ഏറ്റവും നല്ല പ്രദേശം തന്നെ ഞാൻ അവർക്ക് നൽകാം, രാജാവ് ജോസഫിനോട് പറഞ്ഞു. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് കനാനിൽ പിതാവ് യാക്കോബിൻ്റെ അടുത്തേക്ക് പോയി. അവർ അവനോട്, ജോസഫ് ജീവിച്ചിരിക്കുന്നു, അവനാണ് ഈജിപ്തിലെ ഭരണാധികാരി എന്ന് പറഞ്ഞു. യാക്കോബിന് വലിയ ആശ്ചര്യമായി. അവൻ അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജോസഫ് പറഞ്ഞതെല്ലാം അവർ അവനോട് പറഞ്ഞു. തന്നെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുവാൻ ജോസഫ് അയച്ചിരിക്കുന്ന വാഹനങ്ങൾ കണ്ടപ്പോൾ ഈ അത്ഭുത വാർത്ത സത്യമാണെന്ന് യാക്കോബിന് മനസ്സിലായി. എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നുവോ? എനിക്ക് ഒന്നേ വേണ്ടൂ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് പോയി അവനെ ഒന്ന് കാണണം. അങ്ങനെ യാക്കോബ് തൻ്റെ സർവ്വ കുടുംബാംഗങ്ങളുമായി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. അവൻ്റെ മക്കൾ അവരുടെ കൊച്ചുകുട്ടികളെയും ഭാര്യമാരെയും വാഹനങ്ങളിൽ കയറ്റി അവർക്കുണ്ടായിരുന്ന സർവ്വസമ്പത്തും ആടുമാടുകളെയുമായി അവർ ഈജിപ്തിലേക്ക് പോയി. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.